ഈ കഴിഞ്ഞ ജനുവരി 16 മുതൽ 22 വരെ നമ്മൾ തൃശ്ശൂരിൽ വെച്ച് നടത്തിയ കേരള സ്കൂൾ കലോത്സവം അതൊരു വലിയ വിജയമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സംഘാടനം കൊണ്ടും അതുപോലെ തന്നെ ജനപങ്കാളിത്തം കൊണ്ടും മുൻകാല കലോത്സവങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളെല്ലാവരും തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ആ മേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാട്ടിലും മറുനാട്ടിലുമൊക്കെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പോരായ്മകളെക്കുറിച്ച് ക്രിയാത്മകമായി വിമർശിക്കുവാനും ഒക്കെ മാധ്യമങ്ങൾ അന്ന് തയ്യാറാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പോരായ്മകൾ നികത്തിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ആദ്യാവസാനം മേള നടത്തിക്കൊണ്ടുപോകാൻ വിദ്യാഭ്യാസ വകുപ്പിലെയും അതുപോലെ തന്നെ നമ്മൾ രൂപീകരിച്ച പ്രാദേശികമായിട്ടുള്ള സ്വാഗത സംഘത്തിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കുറ്റമറ്റ എല്ലാവരും അംഗീകരിച്ച എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു മേള നടത്തുകയും ആ മേളയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാ മാധ്യമങ്ങളും, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെല്ലാം, അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അവാർഡുകൾ വിതരണം ചെയ്യാറ് സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതാണ്. പക്ഷേ നമ്മളിതിനൊരു മാറ്റം വരുത്തിയത് കഴിഞ്ഞ ഈ വർഷം ഇപ്പോൾ നടന്ന മേളയുടെ ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡുകൾ വിതരണം ചെയ്തിരുന്ന അടുത്ത വർഷമാണ്. അത് മാറ്റി അടുത്ത വർഷത്തെ കലോത്സവം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേകമായ ചടങ്ങിൽ വെച്ച് തന്നെ ഈ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് നമ്മൾ അന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.